ആദ്യം തന്നെ നമുക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ടെക്നിക്കൽ വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ഈ ടെക്നിക്കൽ വീഡിയോസ് എല്ലാം ഞാൻ അറിഞ്ഞതും ഞാൻ മനസ്സിലാക്കിയതും ഞാൻ പഠിച്ചതും എനിക്ക് ഇപ്പോൾ എക്സ്റ്റേണലി കിട്ടിയ എക്സ്പീരിയൻസിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ടെക്നിക്കൽ മേഖലയ്ക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ ആൾക്കാരും അതിനെ കാണുന്നത് ഓരോ രീതിയിലായിരിക്കും. അപ്പം ഞാൻ സോർട്ട് ഔട്ട് ചെയ്യുന്ന ഒരു അതേ പാത്തിലായിരിക്കില്ല മറ്റുള്ളവർ സോർട്ട് ഔട്ട് ചെയ്യുക. അപ്പോൾ അതിൽ വരുന്ന മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കാര്യമായിട്ട് നിങ്ങൾക്ക് അത് സൂചിപ്പിക്കാവുന്നതാണ്. ഇത് ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യരുത്. ജസ്റ്റ് എന്താ പറയുക, ഇതിങ്ങനെ ഒരു തെറ്റുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളത് തിരുത്തിയിട്ട് വീണ്ടും അത് ശരിയാക്കിയിട്ട് നമ്മൾ വീഡിയോ ഇടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആൾക്കാർക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ പുതിയ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർക്ക് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, ടെക്നിക്കലാണ്. ഓരോ ആൾക്കാർക്ക് അവരുടേതായ വേകളുണ്ട് ഓരോ സാധനങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യുന്നതിനും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനൊക്കെ. അപ്പോൾ എന്തെങ്കിലും ഇതുപോലത്തെ ഇഷ്യൂസ് നിങ്ങൾക്ക് പറയുന്നതിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മെൻഷൻ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ എന്താണോ പറഞ്ഞത് അത് കറക്റ്റ് ആണോ നമ്മൾ അന്വേഷിച്ച് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അത് റീപോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് പൂർണ്ണമായിട്ട് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അത് മെഡിക്കൽ ഫീൽഡിലുള്ള ആർക്ക് വേണമെങ്കിലും റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന വീഡിയോസാണ്. പിന്നെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ബയോമെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും, ഇത് പഠിക്കുന്ന പിള്ളേർക്ക് ആർക്കാവട്ടെ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ എന്നേക്കാൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന പിള്ളേരുണ്ടാവാം നമ്മുടെ കൂട്ടത്തിലൊക്കെ. അപ്പോൾ ഏതെങ്കിലും മെഷീൻ കിട്ടിയാൽ, പുതിയ മെഷീൻ ആവട്ടെ, അപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഒരു വീഡിയോ ഉണ്ടാക്കുക. എന്നിട്ട് എനിക്ക് എൻ്റെ നമ്പറിലേക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ അത് പോസ്റ്റ് ചെയ്യാം. കാരണം എൻ്റെ ഉദ്ദേശം പൂർണ്ണമായിട്ടും കൂടുതൽ ഡിവൈസുകൾ പഠിക്കുക, അതിനെക്കുറിച്ച് അറിയുക, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം നല്ല വീഡിയോസ് നിങ്ങൾക്ക് എടുക്കാൻ കഴിവുണ്ടെങ്കിൽ, ഇനി നല്ല പുതിയ എക്യുപ്മെന്റ്സ്, പുതിയ അഡ്വാൻസ് ടെക്നോളജീസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അറിവിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്ത് തന്നാൽ അത് നമുക്ക് യൂട്യൂബ് ചാനലിൽ ഇടാം. പിന്നെ അതുപോലെ അതിലും എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങൾ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിട്ട് ബയോമെഡിക്കൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾ പഠിക്കുന്ന പിള്ളേരാണെങ്കിലും ഇത് കണ്ടിട്ട് ഇതിൽ എന്തെങ്കിലും ഇഷ്യൂസ് നമുക്ക് തോന്നുകയാണെങ്കിൽ പരസ്പരം ചർച്ച ചെയ്ത് ക്ലിയർ ചെയ്ത് നമുക്ക് ഈ ചാനലിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം. അത് സാമ്പത്തികമായി കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് വേണം. നമുക്ക് ഒരുപാട് ബയോമെഡിക്കൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ഏരിയയാണ്. അപ്പൊ ആ ഏരിയയിൽ നിന്ന് നമുക്ക് മാക്സിമം കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വീഡിയോ ചെയ്തായിട്ട് അയച്ചു തരാം, നമുക്ക് യൂട്യൂബിൽ ഇടാം. നമുക്ക് മാക്സിമം ആൾക്കാർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്.